ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള 2 കിഴങ്ങ്, അത്യാവശ്യം വലിയ 2 കിഴങ്ങ് ചെറുതായി മുറിച്ചെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രഷർ കുക്കറിൽ ഇട്ടത്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പാത്രത്തിലിട്ട് വേവിച്ചെടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. കിഴങ്ങ് പ്ലെയിൻ ആയിട്ടൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില കുക്കറിലൊക്കെ ഒരു വിസിൽ തന്നെ മതിയാവും കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു 2 വിസിൽ കൊടുത്തിട്ട് നോക്കാം. കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക് ഒന്നങ്ങ് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കുറച്ച് നീളത്തിൽ മുറിച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മുറിച്ചതും, ഒരു 2 വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ മുറിച്ചെടുത്താൽ മതിയാകും. ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള മീഡിയം സൈസിട്ട് ഒരു വലുതിൽ 1 മതിയാകും. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് മതിയാകും. കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു ചുവന്ന മുളകും ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഉള്ളി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ട, കാരണം നമ്മുടെ കറിക്ക് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതുകൂടെ ചേർത്ത് കൊടുക്കുക. വേറെ മസാലപ്പൊടികളൊന്നും തന്നെ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 2 കളർ എടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മളെ കയ്യിൽ ഒരു കളർ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രമായാലും കുഴപ്പമില്ല. ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബാജി സ്റ്റൂ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കിഴങ്ങിൻ്റെ. ഇനി ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് ഒരു 2 വിസിലിന് കറക്റ്റ് വെന്തിട്ടുണ്ട്. അത് ആ കിഴങ്ങ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ 1 കപ്പ് വെള്ളം ഇതിൽ നിന്ന് കളയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ ഒരു കറിക്ക് അത്യാവശ്യം ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കിഴങ്ങ് അത്യാവശ്യം വലിയ പീസായിട്ട് കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അധികം ഉടയ്ക്കാതെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കിഴങ്ങ് അത്യാവശ്യം ചെറുതായിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക കേട്ടോ. എത്രത്തോളം നമുക്ക് ഉടച്ചെടുക്കണം, കാരണം അത്യാവശ്യം വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. എല്ലാം കൂടെ മിക്സ് ആയതിനു ശേഷം ഒരു 1 മിനിറ്റ് അങ്ങ് ഇതിൽ കിടന്നങ്ങ് തിളച്ചോട്ടെ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്കൊരു 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ സാധാ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചിട്ടുള്ള പാലൊന്നുമല്ല, ഡയറക്റ്റ് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഇനി പശുവിൻ പാൽ ചേർക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമ്മളെപ്പോഴും തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഒരു പ്രാവശ്യമൊക്കെ പശുവിൻ പാൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും തേങ്ങാപ്പാൽ എടുക്കുന്നതിനേക്കാളും കയ്യിൽ നമുക്ക് പശുവിൻ പാൽ ഉണ്ടെങ്കിൽ. പാല് ചേർത്തേണ്ടി ഒരു 1-2 മിനിറ്റ് അങ്ങ് തിളച്ചോട്ടെ. പാലൊന്ന് അത്യാവശ്യം ചൂടായി തിളച്ച് വരുന്നത് വരെ. ഇനി തേങ്ങാപ്പാലൊക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം തിളയ്ക്കേണ്ട ആവശ്യം വരില്ല. ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാനായിട്ട് പറ്റും. 1 കപ്പ് പാല് ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കേണ്ട, ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. കാരണം കിഴങ്ങായതുകൊണ്ട് തന്നെ ഒന്നങ്ങ് കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചൊരു ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ശരിക്കും വളരെ എളുപ്പമാണ്. നമ്മൾ ആ കിഴങ്ങ് മുറിച്ച് പ്രഷർ കുക്കറിൽ വിസിൽ വരുന്ന സമയം മതി ഉള്ളിയൊക്കെ വഴറ്റി റെഡിയായി വരാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് തന്നെ മതിയാകും. പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു കറി തന്നെയാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പാലൊക്കെ ഒഴിച്ച് പിന്നെ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. സാധാരണ ബാജി സ്റ്റൂവിൻ്റെ ഒക്കെ അതേ ടേസ്റ്റിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം. ഈ ഒരു കറി ശരിക്കും ചപ്പാത്തി പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് അപ്പം പത്തിരി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്